നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്. പൊൻകുന്നത്ത് ജനങ്ങളുമായി സംവാദം. UDFനും BJPക്കും രാഷ്ട്രീയ മറുപടി നൽകണമെന്ന് ഡോക്ടർ തോമസ് ഐസക്. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ ആരംഭിച്ചു. കുട്ടികളെ വലയ്ക്കാതെ ഭാഷ ഒന്നാം പേപ്പർ. ചെറുവള്ളി പാലം ഇനി പുതിയ രൂപത്തിൽ. പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളുടെ പുരോഗതി മാസം തോറും വിലയിരുത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. UDFനും BJPക്കും രാഷ്ട്രീയ മറുപടി നൽകണമെന്ന് പത്തനംതിട്ട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. പൊൻകുന്നത്ത് ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പൊൻകുന്നത്ത് പൊതുജനങ്ങളുമായി സംവാദം നടത്തി. വ്യാപാര ഭവനിൽ നടന്ന മുഖാമുഖത്തിൽ യുവാക്കൾ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, കർഷകർ, സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു. താൻ MP ആയി കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന മോഡി സർക്കാരിനും അവരെ പിന്തുണയ്ക്കുന്ന UDFനും ജനങ്ങൾ രാഷ്ട്രീയ മറുപടി കൊടുക്കണമെന്നും ഡോക്ടർ തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അംഗസംഖ്യ പാർലമെന്റിൽ ഉണ്ടാകണമെന്നും എങ്കിൽ മാത്രമേ പാർലമെന്റിൽ സാധാരണക്കാരുടെ ശബ്ദം ഉയരുകയുള്ളൂവെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. ഈ വർഷം 13,000 കോടി രൂപ അതിന്റെ പേരിൽ വെട്ടിക്കുറച്ചിരിക്കുക. വേറൊരു 4,000. അങ്ങനെ 13,609 കോടി രൂപ കേരളത്തിന് വായ്പക്ക് അവകാശപ്പെട്ടെന്ന് കേന്ദ്രം അംഗീകരിച്ചു. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചു. കേന്ദ്രം പറയുന്നത് കേസിൽ വിളിച്ചതല്ല, ധനാനുണ്ടോ ഇല്ല എന്നുള്ളതല്ല. 13,608 കോടി രൂപ ഉണ്ടെങ്കിൽ മുഴുവൻ പെൻഷൻ കുടിശ്ശികത്തൂടെ. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. നേതാക്കളായ TN ഗിരീഷ് കുമാർ, ഷാജി പാമ്പൂരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കമായി. ഭാഷ ഒന്നാം പേപ്പറായിരുന്നു ആദ്യ ദിനം. പരീക്ഷ എളുപ്പമായിരുന്നതായി വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. കോട്ടയം ജില്ലയിൽ 19,214 പേർ പരീക്ഷ എഴുതി. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കമായി. ഭാഷ ഒന്നാം പേപ്പറായിരുന്നു ആദ്യ ദിനം. മലയാളം, സംസ്കൃതം വിഷയങ്ങൾ തിരഞ്ഞെടുത്തവർക്ക് പരീക്ഷ എളുപ്പമായിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. മലയാളം തിരഞ്ഞെടുത്തവർക്ക് പൂർണ്ണമായും എഴുതി തീർക്കാൻ സമയക്കുറവ് നേരിട്ടതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. നല്ല എക്സാം ആയിരുന്നു. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് എഴുതാൻ പറ്റി. സമയം അത്യാവശ്യം കുറവാണെന്ന് പറഞ്ഞാലും സാരമില്ല, എഴുതാൻ പറ്റി ഞങ്ങൾക്കെല്ലാം തന്നെ. പരീക്ഷ കുഴപ്പമില്ലായിരുന്നു. സമയം തികഞ്ഞോ? പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ ഒക്കെയാണോ വന്നേ? ആണോ? ഇനി എന്നാ എക്സാം? ബുധനാഴ്ച. എന്താണ്? പിന്നെ മോഡലിനേക്കാളും വളരെ എളുപ്പമായിരുന്നു പരീക്ഷ. വലിയ പാടായിട്ട് തോന്നിയില്ല. സമയം കിട്ടി, എഴുതാൻ കുറേ സമയം കിട്ടി. ആദ്യ ദിനം വിദ്യാർത്ഥികളെ അങ്കലാപ്പിലാകാതെ കടന്നുപോയതായി അധ്യാപകരും പറഞ്ഞു. SSLC പരീക്ഷയുടെ ആദ്യ ദിവസമായിട്ടുള്ള ഇന്ന് മലയാളം അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയായിരുന്നു. കുട്ടികൾക്ക് പൊതുവെ എളുപ്പമായിരുന്നു എന്നാണ് കുട്ടികളിൽ നിന്ന് ലഭിച്ച മറുപടി. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ രീതിയിൽ പരീക്ഷയെ വളരെ നന്നായി അഭിമുഖീകരിക്കുവാൻ അവർക്ക് സാധിക്കും എന്ന് കരുതുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കോട്ടയം ജില്ലയിൽ 19,214 പേരാണ് 256 സ്കൂളുകളിലായി പരീക്ഷ എഴുതിയത്. 9,520 ആൺകുട്ടികളും 9,694 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂളിലാണ് ജില്ലയിൽ ഏറ്റവും അധികം പേർ പരീക്ഷയ്ക്കിരുന്നത്. 346 പേർ. ഇടക്കോലി ഗവൺമെന്റ് ഹൈസ്കൂളിലും കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത്. 3 പേർ വീതമാണ് ഇവിടെ പരീക്ഷയ്ക്കിരുന്നത്. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ 7,575 പേരും, കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ 2,701 പേരും, പാലാ വിദ്യാഭ്യാസ ജില്ലയിൽ 3,296 പേരും പരീക്ഷ എഴുതി. മാർച്ച് 25 വരെയാണ് പരീക്ഷ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രളയത്തിൽ തകർന്നുപോയ ചെറുവള്ളി പാലം ഇനി പുതിയ രൂപത്തിൽ. പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസം തോറും പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
മണിമലയാറിന് കുറുകെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയെയും മണിമല പഴയിടം ചേനപ്പാടി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറുവള്ളി പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നിർമ്മാണം നടക്കുന്ന എല്ലാ പാലങ്ങളുടെയും പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ പൂർത്തിയാക്കുന്നതിനായി മാസം തോറും പരിശോധന നടത്തുമെന്ന് പാലത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 3 വർഷം കൊണ്ട് സംസ്ഥാനത്ത് 100 പാലങ്ങൾ പൂർത്തീകരിച്ച് പശ്ചാത്തല വികസനം സാധ്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുവള്ളിയിൽ വലിയ പാലമാണെന്ന നിങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ നാടിന്റെ യാത്രാ ദുരിതത്തിന് വലിയ ഘടകവും പരിഹാരമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ ചെറുവള്ളി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക. ചെറുവള്ളി പള്ളി പാരിഷ് ഹാളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അധ്യക്ഷത വഹിച്ചു. ഒരു പ്രളയകാലത്ത് നഷ്ടപ്പെട്ടു പോയ പഴയ ഹോസ്പിറ്റൽ ഇവിടെ പുനർനിർമ്മിക്കുന്നതിൻ്റെ ദീർഘകാലത്ത് ഈ പ്രദേശത്ത് 2 വർഷക്കാലമായി പാലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 11 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിൻ്റെ 2 വശത്തേക്ക് കടന്നു പോകാനുള്ള നടപ്പാത കഴിഞ്ഞ് 7 മീറ്ററോളം വീതി നമ്മുടെ ഈ പാലത്തിന് ഉണ്ടാകുന്നതിൻ്റെ റിപ്പോർട്ട് ഇവിടെ പറയുമ്പോൾ ഡീറ്റെയിൽസിലേക്ക് അവർ പോകും. ഏതായാലും ഏത് വാഹനത്തിലും കടന്നു പോകാൻ കഴിയുന്നത് വലിയ പാലമാണ് നമുക്കിവിടെ നിർമ്മിക്കാൻ പോകുന്നത്. ഏകദേശം 7 കോടി രൂപയിൽ കൂടുതൽ ചെലവഴിച്ചാണ് ഈ പാല നിർമ്മാണം ഇവിടെ ആരംഭിക്കുന്നത്. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുകേഷ് K. മണി, അജിത രതീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ബിനോയ് വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജെസി ഷാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി പാമ്പൂരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഭിലാഷ് ബാബു, മിനി മാത്യു, പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TM ഷാബു, അസിസ്റ്റന്റ് എഞ്ചിനീയർ A. ഹഫീസ് മുഹമ്മദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് MA ഷാജി, AM മാത്യു, അഡ്വക്കേറ്റ് P. ജീരാജ്, PP ഇസ്മയിൽ, KV നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രം ഇനി ചുമർ ചിത്ര ശോഭയിൽ. ക്ഷേത്ര ചുമരിൽ കൊടുങ്ങൂരമ്മയുടെ ചിത്രം വരച്ചു ചേർത്തു. ഈ മാസം 14-ന് കൊടിയേറ്റ് ദിവസം ചിത്രത്തിന്റെ മിഴി തുറക്കും. നാടിന് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന മേജർ കൊടുങ്ങൂർ ദേവി ക്ഷേത്രം ഇനി ചുമർചിത്ര ശോഭയിൽ. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ, മതിലുകൾ എന്നിവിടങ്ങളിൽ ചുമർചിത്രങ്ങൾ വരച്ചു ഭംഗിയാക്കാനാണ് ഉപദേശക സമിതിയുടെ തീരുമാനം. ഇതിന്റെ ആദ്യഘട്ടമായി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വരയ്ക്കുന്ന ചുമർചിത്രരചന അവസാന ഘട്ടത്തിലാണ്. ചുമർചിത്ര കലാകാരൻ കൊടുങ്ങൂർ സ്വദേശി മധുസൂദനൻ നായരാണ് ചുമർചിത്രം വരയ്ക്കുന്നത്. കഴിഞ്ഞ 1.5 മാസമായി ഇതിന്റെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. ധ്യാന ശ്ലോകം അടിസ്ഥാനമാക്കിയാണ് ചിത്രരചന. കൊടുങ്ങൂരമ്മയുടെ രൂപമാണ് വരച്ചു ചേർക്കുന്നത്. ഞാൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസത്തോളമായി. ഇത് ധ്യാന ശ്ലോകം അടിസ്ഥാനമാക്കിയിട്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുന്നത്. മെയിനായിട്ട് ഇവിടെ വരയ്ക്കുന്നത് കൊടുങ്ങൂരമ്മയുടെ രൂപമാണ്. ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ഒരു 30 വർഷത്തിന് മുകളിലായി. ഞാൻ ക്ഷേത്രങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. ഇത് വീടുകളിലും ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്തവണ പൂരത്തിന്റെ കൊടിയേറ്റ് ദിവസമായ മാർച്ച് 14-ന് വൈകുന്നേരം തിരുവിതാംകൂർ രാജകുടുംബാംഗം HS അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ചുമർ ചിത്രത്തിന്റെ മിഴി തുറക്കും. ഭക്തർ വഴിപാടായാണ് ഈ ചിത്രങ്ങൾ സമർപ്പിക്കുന്നത്. ഉത്സവത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ മറ്റിടങ്ങളിലും ചുമർ ചിത്രം വരയ്ക്കാനാണ് ഉപദേശക സമിതി തീരുമാനം. കൂടാതെ ക്ഷേത്രത്തിന്റെ പടിപ്പുരവാതിൽ പഴമ നിലനിർത്തി നവീകരിക്കുന്ന ജോലിയും പൂർത്തിയായി. സുനിൽ ഡാവിഞ്ചിയാണ് തനിമ നഷ്ടപ്പെടാതെ ജോലികൾ പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ വിജയകരമായി നടന്നു. ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് 91,604 കുട്ടികൾക്ക് മരുന്ന് നൽകി. കോട്ടയം ജില്ലയിൽ ഞായറാഴ്ച നടന്ന പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിൽ 91,604 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 96,698 കുട്ടികൾക്കാണ് മരുന്ന് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. 94.73% കുട്ടികളിൽ ആദ്യ ദിനം ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകി. അടുത്ത ദിവസങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ എല്ലാ വീടുകളും സന്ദർശിച്ച് മരുന്ന് ലഭിക്കാത്ത കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകി യജ്ഞം പൂർത്തീകരിക്കും. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പ്രവർത്തിക്കുന്ന ട്രാൻസിറ്റ് ബൂത്തുകളും മൊബൈൽ ബൂത്തുകളും 2 ദിവസം കൂടി പ്രവർത്തിക്കും. കോട്ടയം ജനറൽ ആശുപത്രിയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കോട്ടയം കുടയംപടിയിലെ ഫുഡ്വെയർ ഉടമ KC ബിനു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കാരണക്കാരനായ ബാങ്ക് മാനേജർ പ്രദീപിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ബിനുവിന്റെ മകൾ നന്ദന ബിനു കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ബിനുവിന് ആത്മഹത്യാ പ്രവണതയുള്ള ആളാണെന്ന് വരുത്തി തീർക്കുകയാണ് പോലീസെന്നും കേസ് വഴിതിരിച്ചുവിടുന്നതായി സംശയിക്കുന്നതായും നന്ദന പറഞ്ഞു. കോട്ടയത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ബിനുവിന്റെ ഭാര്യ ഷൈനി, ബിനുവിന്റെ സഹോദരൻ ബിജു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കോട്ടയം ബിജു എന്നിവരും പങ്കെടുത്തു. അന്വേഷണം വളരെ ഖേദകരമാണ്. ഒരു പുനരന്വേഷണം തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു പുനരന്വേഷണം ഈ ഒരു കാര്യത്തിൽ സുതാര്യമായി നടത്തണം. ഈ ബാങ്കിന്റെ യഥാർത്ഥ പീഡനം കൊണ്ട് മാത്രമാണ് ഇയാൾ മരിച്ചത്, ഇയാൾ ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ ഈ എങ്ങനെയെങ്കിലും പേഴ്സിൽ നിന്ന് കടന്നു കയറി ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചാൽ അതിനെല്ലാം തടസ്സം നിന്നത് ഈ ബാങ്കിന്റെ അധികാരികളുടെ പ്രവർത്തനത്തിന്. അത് കൃത്യമായ തെളിവുകളൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ഒരു വോയിസ് റെക്കോർഡ് നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. ഇന്നും ഞങ്ങളുടെ അതിനിടയ്ക്ക് ഇട ദിവസങ്ങളിൽ അദ്ദേഹം പരസ്പരം സംസാരിച്ച ഒരു വോയിസ് മെസ്സേജ് ഇന്ന് ഞങ്ങളുണ്ട്. അതിന് നിങ്ങളെ കേൾപ്പിക്കാം. ദന്തൽ ചികിത്സാ രംഗത്ത് കേരളത്തെ ആഗോള ഹബ്ബാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കോട്ടയം സർക്കാർ ദന്തൽ കോളേജിൽ നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റിസർച്ച് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ദന്തൽ ചികിത്സാ രംഗത്ത് ആഗോള ഹെൽത്ത് ഹബ് ആക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കോട്ടയം സർക്കാർ ദന്തൽ കോളേജിൽ 16.5 കോടി രൂപ മുടക്കി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് റിസർച്ച് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ കെട്ടിട നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. വിദേശത്തുള്ളവർക്ക് കേരളത്തിൽ വന്ന ചെലവ് കുറഞ്ഞ രീതിയിൽ ദന്തചികിത്സ നടത്തി തിരിച്ചു പോകാൻ സാധിക്കുമെന്നും അത്തരത്തിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉദാഹരണത്തിന് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുകയാണ്. അതിന് NRIs ആയി അല്ലെങ്കിൽ NRIs നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമാകണമെന്നില്ല, മറ്റു രാജ്യങ്ങളിലുള്ളവർക്കും പല വിദേശ രാജ്യങ്ങളിലുമുള്ളവർ ഇപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തു പോകുന്നു. അപ്പൊ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദന്തൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് കേരളത്തെ ദന്തൽ ചികിത്സാ രംഗത്തെ ആഗോളതലത്തിൽ ഒരു ഹബ്ബായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ദന്തൽ കോളേജിന് സമീപമുള്ള മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജിനൊപ്പം ദന്തൽ കോളേജും ദേശീയ നിലവാരത്തിൽ മുന്നേറുന്നത് അഭിമാനകരമാണ്. ആരോഗ്യമേഖലയിൽ കേരളം ആഗോള മാതൃക തീർത്താണ് മുന്നേറുന്നതെന്നും കഴിഞ്ഞ 7 വർഷം ആരോഗ്യമേഖലയുടെ സുവർണകാലമാണെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഒരു മെഡിക്കൽ കോളേജ് ഉദ്ദേശിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. 1 ട്രീറ്റ്മെന്റ്, 2 ടീച്ചിങ്, 3 റിസർച്ച്. ഈ 3 കാര്യങ്ങളുമാണ് ഒരു മെഡിക്കൽ കോളേജിൽ നാം ലക്ഷ്യം വയ്ക്കുന്നത്. ഈ 3 കാര്യങ്ങളും അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ ഈ ദന്തൽ കോളേജ് വളരുന്നു എന്നതാണ് ഇന്ന് റിസർച്ച് ബ്ലോക്ക് കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി ഇവിടെ സജ്ജമാകുകയാണ്. 16.5 കോടി രൂപ ചെലവഴിച്ചാണ് ലോക നിലവാരത്തിലുള്ള അത്യാധുനിക ദന്താരോഗ്യ വിദ്യാഭ്യാസത്തിനുതകുന്ന നൂതന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള കെട്ടിടം പണികഴിപ്പിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ ഓഫീസ്, പ്രീ ക്ലിനിക്കൽ ലാബുകൾ, ലൈബ്രറി, ഓഡിറ്റോറിയം എന്നിവ ഈ കെട്ടിടത്തിൽ പ്രവർത്തന സജ്ജമാണ്. സ്കിൻ ലാബ്, റിസർച്ച് ലാബ് തുടങ്ങിയ ആധുനിക സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ ദന്തൽ കോളേജിലെ ആദ്യത്തെ സ്കിൻ ലാബാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നബാർഡ് ധനസഹായത്തോടെ 10 കോടി രൂപ ചെലവിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. 5 നിലകളിലായി 6000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ OP, വിവിധ ലബോറട്ടറികൾ, IC യൂണിറ്റുകൾ, ചികിത്സാ മുറികൾ, ഫാർമസി, അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ചടങ്ങിൽ തോമസ് ചാഴിക്കാടൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോക കേൾവി ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കോട്ടയം ജനറൽ ആശുപത്രിയിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ENT വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക കേൾവി ദിനാചരണം നടത്തി. ചിന്താഗതികൾക്ക് മാറ്റം കുറിക്കാം, ചെവിയുടെയും കേൾവിയുടെയും പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ ബോധവൽക്കരണ പരിപാടി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ M ശാന്തി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ റോജസ് അധ്യക്ഷത വഹിച്ചു. ENT ഡിപ്പാർട്ട്മെന്റ് മേലധികാരി ഡോക്ടർ GV നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ, ഡോക്ടർ
ശശിലേഖ, ഓഡിയോളജിസ്റ്റ് വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല അന്തീനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. തന്ത്രി പയ്യപ്പള്ളിൽ ഇല്ലത്ത് മാധവൻ നമ്പൂതിരി കൊടിയേറ്റി. തിരുവുത്സവം ആറാട്ടോടെ മാർച്ച് 9 സമാപിക്കും. പാല അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. തന്ത്രി പയ്യമ്പള്ളി ഇല്ലം മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. തുടർന്ന് തിരുവരങ്ങ് ഉദ്ഘാടനം, ശാസ്ത്രീയ നൃത്തസന്ധ്യ എന്നിവ അരങ്ങേറി. 2 മുതൽ 7 വരെ ഉത്സവ ദിവസങ്ങളിൽ രാവിലെ പതിവ് ചടങ്ങുകൾ കൂടാതെ 9:30 മുതൽ ഉത്സവബലി, 11:30 ഉത്സവബലി ദർശനം, വലിയ കാണിക്ക, വൈകിട്ട് 5 മുതൽ കാഴ്ച ശ്രീബലി, രാത്രി 9 മുതൽ വിളക്കിനെഴുന്നള്ളത്ത് എന്നിവ നടക്കും. തിരുവരങ്ങിൽ മാർച്ച് 2 രാത്രി 8 മുതൽ കുട്ടികളുടെ തിരുവാതിരകളി, കൈകുട്ടിക്കളി എന്നിവ നടന്നു. മാർച്ച് 3 ക്ഷേത്രത്തിൽ പതിവ് ഉത്സവ ചടങ്ങുകൾ നടന്നു. വൈകിട്ട് 7 മുതൽ ഭജന, ഹരികഥ, 4 വൈകിട്ട് 7 മുതൽ ഭരതനാട്യ കച്ചേരി എന്നിവ അരങ്ങേറി. നിരവധി ഭക്തജനങ്ങളാണ് കൊടിയേറ്റ് ചടങ്ങിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, പാല. BJP അയർക്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് അരി വിതരണം ചെയ്തു. അയർക്കുന്നം ബസ് സ്റ്റാൻഡിൽ അയർക്കുന്നം മണ്ഡലം പ്രസിഡന്റ് മഞ്ജു പ്രദീപ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ബോർഡ് അംഗം KR രവീന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. ജില്ലാ സെക്രട്ടറി സോബിൻലാൽ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PT രവിക്കുട്ടൻ, CG ഗോപകുമാർ, വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രചൂഡൻ നായർ, സജീവ തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ നഗരത്തിൽ കാട്ടുപന്നികൾ ഇറങ്ങിയതായുള്ള വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. കുരിശുപള്ളിയുടെ സമീപത്തുകൂടി 4 പന്നികൾ നടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലുള്ളത്. കാർ യാത്രികർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണിത്. കാട്ടുപന്നിയുടെ സാന്നിധ്യം വനം വകുപ്പോ മറ്റ് അധികൃതരോ സ്ഥിരീകരിച്ചിട്ടില്ല. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി സൂപ്രണ്ടായി ഡോക്ടർ സാവൻ സാറ മാത്യു ചുമതലയേറ്റു. ഏലിക്കുളം കൃഷിഭവന്റെ കീഴിൽ പടുതാക്കുളങ്ങൾ, മൺകുളങ്ങൾ തുടങ്ങിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിന് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ധനസഹായം അനുവദിക്കുന്നു. താൽപര്യമുള്ള കർഷകർ ഭൂമിയുടെ കരമടച്ച രസീത്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, ജലസംഭരണിയുടെ മൂല്യനിർണ്ണയ സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ലോഗോ പതിപ്പിച്ച ബാനർ വെച്ചുള്ള കുളത്തിന്റെ ഫോട്ടോയുടെ പേപ്പർ പ്രിന്റ് ഗുണഭോക്താവും ഫോട്ടോയിൽ ഉണ്ടാവണം. ഇവയുമായി പനമറ്റത്തുള്ള ഏലിക്കുളം കൃഷിഭവനിലെത്തി അപേക്ഷ നൽകണം. വിവരങ്ങൾക്ക് ഫോൺ 8281 136783. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പത്തനംതിട്ട LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്. പൊൻകുന്നത്ത് ജനങ്ങളുമായി സംവാദം. UDFനും BJPക്കും രാഷ്ട്രീയ മറുപടി നൽകണമെന്ന് ഡോക്ടർ തോമസ് ഐസക്. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ ആരംഭിച്ചു. കുട്ടികളെ വലയ്ക്കാതെ ഭാഷ 1ാം പേപ്പർ. ചെറുവള്ളി പാലം ഇനി പുതിയ രൂപത്തിൽ. പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളുടെ പുരോഗതി മാസം തോറും വിലയിരുത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.